ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇന്ന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്കവരും നോക്കി കാണും. നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. നമ്മൾ ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങളുടെ ഈ സെമിസ്റ്ററിലെ ഈ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള സബ്ജക്റ്റ്. അത് വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ നമ്മൾ അത് സിലബസിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ 6 മോഡ്യൂൾ ഉണ്ടായിരുന്ന ഒരു സാധനം 5 മോഡ്യൂളാക്കിയപ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണത് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് പാസ്സായി പോകാൻ പറ്റുന്നതെന്നുള്ളത് മാത്രമാണ് ഞാൻ നമുക്ക് കിട്ടുന്ന ഒരു 1 അവറിനുള്ളിൽ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു PPT ഷെയർ ചെയ്യാം. നിങ്ങളത് കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. കാണാൻ പറ്റുന്നുണ്ടോ PPT? സർ കാണാം. ഓക്കെ, അതിനകത്ത് നമുക്ക് സിലബസ് എടുത്ത് ഞാൻ ഓരോ മോഡ്യൂൾ വൈസ് ചെയ്യാൻ പോവാം. അപ്പം ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് വരുന്നത് 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ 8085 മൈക്രോ പ്രോസസറും, പിന്നെ വരുന്നത് 8086 മൈക്രോ പ്രോസസറും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ നമുക്ക് 8086 മൈക്രോ പ്രോസസർ എന്നുള്ള പോർഷനിൽ നിന്നാണ്. നമുക്ക് ആദ്യം ഇതിനകത്ത് നോക്കേണ്ടത് ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്ന് നമുക്കിപ്പം ആദ്യം എടുക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ഈ ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം അതിനകത്ത് നോക്കി അറിയാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കി അറിയാം. അതിനകത്ത് 8085ഉം 8086 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എന്താണ് ഇതിന്റെ ബേസിക്സ്, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് 8085, എന്താണ് 8086ന്റെ ഫീച്ചർ. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പിന്നെ പോകുന്നത് നമ്മുടെ 8086 എന്നുള്ള പ്രോസസ്സറിന്റെ ആർക്കിടെക്ചറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ ആർക്കിടെക്ചർ വരുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ബി പാർട്ടിലാണ് എന്നെ കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഒന്ന് മെയിനായിട്ട് ചോദിക്കുന്നത് അതിന്റെ ആർക്കിടെക്ചർ വരയ്ക്കാൻ വേണ്ടി പറയും. എന്താണ് അതിന്റെ ആർക്കിടെക്ചർ, എങ്ങനെ ഇരിക്കുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കമ്പോണൻസ് വരുന്നത്, എന്താണ് രജിസ്റ്റർ. മിക്കവാറും 10 മാർക്കിന് അല്ലെങ്കിൽ 14 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻസ് അതിന്റെ സിഗ്നൽസ് ആണ്. നമുക്ക് നോക്കിയറിയാം, ജൂൺ 2024 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് 8086ന്റെ പിൻസ് അല്ലെങ്കിൽ സിഗ്നൽസ്. മിക്കവാറും സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് സിഗ്നൽസും പിൻസും. അപ്പോൾ ചിലപ്പോൾ പിന്നെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ സിഗ്നൽസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് ഏതൊക്കെയാണ്, റെഡി, ഹോൾഡ്, ALE, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഓരോ സെന്റൻസിൽ എന്താണ് റെഡി, വാട്ട് ഇസ് മീൻ ബൈ ഹോൾഡ്, വാട്ട് ഇസ് മീൻ ബൈ ALE, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഓരോ സെന്റൻസ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. പിന്നെ നമുക്ക് വരുന്ന ബി പാർട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2024 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി അറിയാം. ഒന്ന്, register organization of 8086 and explain the application of each. ഈ draw the register organization of 8086 എന്ന് പറഞ്ഞാൽ അതിന്റെ ആർക്കിടെക്ചർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആർക്കിടെക്ചറിലുള്ള ഒരു മെയിൻ കണ്ടന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പലരും ആ രജിസ്റ്ററിന്റെ ബോക്സ് മാത്രം വരച്ചു വയ്ക്കും. എന്നാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്കീം നമ്മൾ നോക്കി അറിയാം, അതിനകത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കിടെക്ചറിൽ നമുക്കറിയാം 2 ആയിട്ടാണ് നമ്മൾ ആർക്കിടെക്ചർ തിരിച്ചിരിക്കുന്നത്, ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും ആയിട്ട്. 2 യൂണിറ്റിലും നമുക്ക് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. 2 യൂണിറ്റിലും ആ രജിസ്റ്റേഴ്സിനെ നമ്മൾ ആർക്കിടെക്ചറിനകത്ത് ബോക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിന്റെ നോട്ട്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിലെടുത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഓൾറെഡി അതിന്റെ ആർക്കിടെക്ചറും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ. അപ്പം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ രജിസ്റ്റേഴ്സിന്റെ സെക്ഷൻസ് നമുക്ക് 2 യൂണിറ്റിലും സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നിൽ ആർക്കിടെക്ചറിന്റെ ഫുൾ സെക്ഷൻ വരച്ചില്ലെങ്കിൽ പോലും ആ രജിസ്റ്റേഴ്സിന്റെ ഏരിയയിലുള്ള ഡയഗ്രാംസ് വരയ്ക്കുക. നമുക്ക് വരുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം.
ഒന്ന് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിന്റെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ ഏരിയ ഉണ്ട്. അതായത് നമുക്ക് AX, DX, CX, DX അങ്ങനെയുള്ളത്. പിന്നെ വരുന്ന ഇൻഡെക്സ് ആൻഡ് പോയിന്റർ രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഓരോ രജിസ്റ്റേഴ്സും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ഈസ് മീൻ ബൈ സെഗ്മെന്റ് രജിസ്റ്റർ, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഡാറ്റാ സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ മിക്കപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പം 3 മാർക്സിലും 4 മാർക്സിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്യൂട്ടബിൾ ഡയഗ്രാം. ചിലപ്പോൾ ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, കാൽക്കുലേറ്റ് ഫിസിക്കൽ അഡ്രസ്. ഇപ്പോൾ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 2 മെയിൻ സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് നിങ്ങളുടെ സെഗ്മെന്റ് അഡ്രസ് വേണം, രണ്ടാമത്തത് ഒരു ഓഫ്സെറ്റ് അഡ്രസ് വേണം. സെഗ്മെന്റ് അഡ്രസ് എന്നുള്ള സാധനം ഇരിക്കുന്നത് നമ്മുടെ എവിടെയാണ്? സെഗ്മെന്റ് രജിസ്റ്റേഴ്സിലാണ്. സെഗ്മെന്റ് രജിസ്റ്റേഴ്സിലുള്ള സെഗ്മെന്റ് അഡ്രസ്സിനെ നമ്മൾ 16 ബിറ്റ് ആയിരിക്കും, അത് നമ്മൾ 20 ബിറ്റ് ആക്കും. നമ്മൾ ഒരു 4 സീറോസ് അവിടെ ആഡ് ചെയ്യും, അതിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 20 ബിറ്റ് ആക്കി അതിന് മാറ്റും. അങ്ങനെ 20 ബിറ്റ് ആക്കി മാറ്റി കിട്ടുന്ന ആ സെഗ്മെന്റ് അഡ്രസ്സിനെ നമ്മളൊരു ഓഫ്സെറ്റ് അഡ്രസ് കൂടെ ആഡ് ചെയ്യും. ഓഫ്സെറ്റ് അഡ്രസ് ഇരിക്കുന്ന മിക്കപ്പോഴും നമ്മുടെ പോയിന്റർ ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സിലായിരിക്കും ഓഫ്സെറ്റ് അഡ്രസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആഡ് ചെയ്തുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് ആയിട്ടുള്ള ആക്ച്വൽ അഡ്രസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ബി പാർട്ടിൽ വന്നേക്കുന്ന 2024 വന്നേക്കുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അതിന് ആകെ 4 മാർക്കുള്ളൂ. അവിടെ 10 മാർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളെന്താണ്? രജിസ്റ്റർ ഓർഗനൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ മിക്കവാറും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8086 വിത്ത് സൂട്ടബിൾ ഡയഗ്രാം. ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8086 വിത്ത് സൂട്ടബിൾ ഡയഗ്രാം. എന്താണ് ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ? 2 ടൈപ്പ് ഓഫ് മെമ്മറി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫിസിക്കൽ മെമ്മറി ആൻഡ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8086 എന്ന് ചോദിക്കാറുണ്ട്. ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ 8086ന്റെ അകത്ത് നമുക്ക് 20 ബിറ്റ് അഡ്രസ് ബസ് ആണുള്ളത്. 20 ബിറ്റ് അഡ്രസ് ബസ്സിനെ നമുക്ക് 2/20, എത്ര ബിറ്റാണോ അഡ്രസ് ബസ് അതിന് 2/2 ആയിരിക്കും നമുക്ക് ഫിസിക്കൽ മെമ്മറി ആയിട്ട് വരുന്നത്. 16 ബിറ്റ് അഡ്രസ് ബസ് ഉള്ള ഒരു പ്രൊസസർ ആണെങ്കിൽ 2/16. 8086 ആണെങ്കിൽ അതിന്റെ 20 ബിറ്റ് ആണ് അഡ്രസ് ലൈൻസ്, അപ്പൊ 2/20. നമുക്ക് ടോട്ടൽ മെമ്മറി സൈസ് എന്നുള്ളത് ഇവിടെ എത്രയാണ്? 1 മെഗാബൈറ്റ് ആണ് ഇതിന്റെ ടോട്ടൽ മെമ്മറി സൈസ് വരുന്നത്. അതാണ് 1 മെഗാബൈറ്റ് ഫിസിക്കൽ മെമ്മറി. ഈ 1 മെഗാബൈറ്റ് ഫിസിക്കൽ മെമ്മറിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് ഈവൻ മെമ്മറി ബാങ്ക് ആൻഡ് ഓഡ് മെമ്മറി ബാങ്ക്. ഈവൻ മെമ്മറി ബാങ്ക് ആൻഡ് ഓഡ് മെമ്മറി ബാങ്ക്. ഈ 2 ബാങ്കിനെയും എനേബിൾ ചെയ്യിക്കാൻ വേണ്ടി 2 പിൻസ് അല്ലെങ്കിൽ 2 സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്. A0 എന്നുള്ള സാധനം ഈവൻ മെമ്മറി ബാങ്കിനും BHE എന്നുള്ള സാധനം ഓഡ് മെമ്മറി ബാങ്കും എനേബിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ 2 പിൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഇത് വെച്ചിട്ടുള്ള ഡയഗ്രം ഉണ്ട്. ഓഡ് മെമ്മറി ബാങ്ക്സ്, ഈവൻ മെമ്മറി ബാങ്ക്സ്, ടോട്ടൽ അഡ്രസ് കപ്പാസിറ്റി 1 മെഗാബൈറ്റ്. ഈ 1 മെഗാബൈറ്റ് മെമ്മറിയെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓഡ് മെമ്മറി ബാങ്ക് എന്നുള്ളത് 512 KB, ഈവൻ മെമ്മറി ബാങ്കും 512 KB. അപ്പൊ ആ ഡയഗ്രാം വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാർക്ക് നോക്കണം. ചിലപ്പോൾ അതിനകത്ത് ഇതിപ്പോ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഈ ഫിസിക്കൽ മെമ്മറി എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് വലിയ ക്വസ്റ്റ്യൻ. ഇത് ഫിസിക്കൽ മെമ്മറി ആൻഡ് ലോജിക്കൽ മെമ്മറി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ അത് ഫിസിക്കൽ മെമ്മറി ഇങ്ങനെ എഴുതുക. 20 ബിറ്റ് അഡ്രസ് ലൈൻസ് വരുന്നുണ്ട്, 1 മെഗാബൈറ്റ്. ഹലോ ഹലോ ഓക്കെ. 20 ബിറ്റ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ 20 ബിറ്റ് അഡ്രസ് ലൈൻസിന് വരുന്നതുകൊണ്ട് നമുക്ക് 1 മെഗാബൈറ്റ് മെമ്മറിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഈവൻ മെമ്മറി ബാങ്കും ഓഡ് മെമ്മറി ബാങ്കും. ആ ഒരു ഡയഗ്രവും അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സിഗ്നൽസ്, അതായത് A0, BHE, അത് വെച്ചിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്. അത് 2 0 ആകുമ്പോൾ 2 മെമ്മറി സെലക്ട് ചെയ്യും. A0 0 ആകുമ്പോൾ ഈവൻ മെമ്മറി ബാങ്ക്, BHE 0 ആകുമ്പോൾ ഓഡ് മെമ്മറി ബാങ്ക്. അപ്പം അങ്ങനെയുള്ള ടേബിളൊക്കെ ആയിട്ട് നിങ്ങൾ നോട്ട്സിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്, ഈ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സാധനത്ത്. ഞാൻ അതിൻ്റെ കൂടെ ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? മെമ്മറി സെഗ്മെന്റേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത്. അതായത് നമുക്കറിയാം നമ്മൾ 1 മെഗാബൈറ്റ് മെമ്മറിയെ നമ്മൾ ഓരോ സെഗ്മെന്റായിട്ട് തിരിച്ചിട്ടുണ്ട്.
കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റും 64 KB ആണ് മെമ്മറി സൈസ്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് സെഗ്മെന്റേഷൻ, എന്താണ് ഓരോ സെഗ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഓരോ സെഗ്മെന്റിനും എങ്ങനെയാണ് നമ്മൾ അതിന് ഡാറ്റ സെലക്ട് ചെയ്തത്, ആ സെഗ്മെന്റിന് ഓരോ സെഗ്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അത് എത്ര ബിറ്റ് ഡാറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാം, ആ ഒരു ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഡാറ്റ സെഗ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്, വാട്ട് ഇസ് യൂസേജ് ഓഫ് കോഡ് സെഗ്മെന്റ്, വാട്ട് ഇസ് യൂസേജ് ഓഫ് എക്സ്ട്രാ സെഗ്മെന്റ് ആൻഡ് വാട്ട് ഇസ് യൂസേജ് ഓഫ് നമ്മുടെ സ്റ്റാക്ക് സെഗ്മെന്റ്. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ചോദിക്കുമ്പോൾ എഴുതുന്നത്. ഇത് രണ്ടും ചിലപ്പോൾ രണ്ടായിട്ട് ചോദിക്കും, ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ആൻഡ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങളവിടെ ബാക്കി ഡീറ്റെയിൽസ് എഴുതാൻ. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീഡ് ആൻഡ് റൈറ്റ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് 8086 മിനിമം മോഡ്. അപ്പോൾ ടൈമിംഗ് ഡയഗ്രാം നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ടൈമിംഗ് ഡയഗ്രാം നമുക്കറിയാം മിനിമം മോഡിനുണ്ട് മാക്സിമം മോഡിനുണ്ട്. രണ്ടും വളരെ സിമ്പിളാണ്. ആ ഡയഗ്രാം നോക്കി തന്നെ നിങ്ങൾക്കറിയാം. റീഡ് റൈറ്റ് ടൈമിംഗ് ഡയഗ്രത്തിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം മിക്കപ്പോഴും ചോദിക്കുന്നത് മിനിമം മോഡിൻ്റെയാണ്, കാരണം അതാണ് കുറച്ചുകൂടി വരയ്ക്കാൻ എളുപ്പം. അതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ടൈമിംഗ് ഡയഗ്രാം എന്നുള്ള സാധനം വരച്ച് എന്താണ് റീഡ് ഓപ്പറേഷൻ എന്നുള്ളതും എന്താണ് റൈറ്റ് ഓപ്പറേഷൻ എന്നുള്ളത് എഴുതുക. അപ്പോൾ അതായിരിക്കും അവിടെ എസ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നവംബർ 2020 പോയി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആർക്കിടെക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 8085 ആൻഡ് 86 നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഏതെങ്കിലും ഒരു 3 സിഗ്നൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ALEയും BHE ഒക്കെ മിക്കപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. അതാണ് 3 മാർക്കിന് ചോദിക്കുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആർക്കിടെക്ചർ ഓഫ് 8085 ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിനിമം മോഡ് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബസ് കൺട്രോളറിൻ്റെ മാക്സിമം മോഡിലെ കോൺഫിഗറേഷനിലെ സിഗ്നിഫിക്കൻസ്. അപ്പം ആർക്കിടെക്ചർ എന്നതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് 8085ൻ്റെ ആർക്കിടെക്ചർ സിമ്പിളായിട്ടുള്ള ഡയഗ്രാമാണ്. ആ ഡയഗ്രാം വരച്ചിട്ട് വേണം അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ മിനിമം മോഡ് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത്, അതിനകത്ത് എന്തൊക്കെ പിൻസാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ബസ് കൺട്രോളറിൻ്റെ മാക്സിമം മോഡിൽ ഉപയോഗിക്കുന്നത്. ബസ് കൺട്രോളർ എന്ന് നമുക്കറിയാം മാക്സിമം മോഡ് എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ വരുന്ന ഒരു ഓപ്പറേഷനാണ് മാക്സിമം മോഡ്. മിനിമം മോഡ് എന്നെങ്കിൽ 1 പ്രോസസ്സറും ബാക്കിയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും ചേർന്നിട്ടാണ് മിനിമം മോഡ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സറും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളും വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് കൺട്രോളർ എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കുന്നത് ഫ്ലാഗ് രജിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കി അറിയാം, എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ. ഫിസിക്കൽ ആൻഡ് നമ്മൾ ഒരു ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ മെമ്മറിയും ലോജിക്കൽ മെമ്മറിയും ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 1 MB മെമ്മറിനെ സെപ്പറേറ്റ് ചെയ്ത് 512 KB ആക്കി ചെയ്യുന്ന ആ ഡയഗ്രാം, അതിനകത്ത് വരുന്ന അതിന് എനേബിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന A0 BHE സിഗ്നൽ വെച്ചിട്ടുള്ള ഒരു ടേബിളൊക്കെയാണ് ഇവിടെ ഫിസിക്കൽ മെമ്മറി വരയ്ക്കേണ്ടത്. ലോജിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ സെഗ്മെന്റേഷനും മെമ്മറി സെഗ്മെന്റേഷൻ അതിന് ഉപയോഗിക്കുന്ന ബാക്കി ഡീറ്റെയിൽസ് രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മിക്ക ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് അവിടെ വന്നേക്കുന്നത്. ഇനി അടുത്ത 2023 എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു ഫീച്ചേഴ്സ് ഓഫ് 8085 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചേക്കുന്നത് നോക്കി സിഗ്നൽസ്. ആ സിഗ്നൽസ് റിപ്പീറ്റ് ആണ് ALE ആൻഡ് BHE. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെയുള്ള അതേ സിഗ്നൽസ് തന്നെ ചോദിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി അറിയാം നമ്മുടെ മിനിമം മോഡ് കോൺഫിഗറേഷൻ, പിന്നെ ആർക്കിടെക്ചർ ഓഫ് 8085. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8086 വിത്ത് നീറ്റ് ഡയഗ്രാം. പിന്നെ നമുക്കറിയാം കമ്പയർ മൈക്രോ പ്രോസസർ 8086 ആൻഡ് 8088. ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണത് 8086ഉം 8088. നമുക്കറിയാം 3 പ്രോസസറിനെ പറ്റി പഠിക്കാനുണ്ട്. ഒന്ന് 8085 എൻ്റെ ഫീച്ചർ പഠിക്കുക, 8086 ആണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്, പിന്നെ 8088ൻ്റെ ഫീച്ചർ പഠിക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു 4 ഡിഫറൻസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ മെമ്മറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മിനിമം മോഡ് കോൺഫിഗറേഷനും അതിൻ്റെ ടൈമിംഗ് ഡയഗ്രവും. മൂന്നാമത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു സാധനമാണ് ആർക്കിടെക്ചർ ഓഫ് 8086 പിന്നെ 8085. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ കൂടുതലായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്തത്
ക്വസ്റ്റ്യൻ പേപ്പർ 2022 വരുമ്പോഴും നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ ഡിഫറൻസ് നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുണ്ട് 8086ഉം 8088ഉം. പിന്നെ നമുക്ക് എന്തറിയാം 8086 ബ്ലോക്ക് ഡയഗ്രം ചോദിച്ചിട്ടുണ്ട്. എന്താണ് മിനിമം മോഡിന്റെ ടൈമിംഗ് ഡയഗ്രം ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ എന്താണെന്നുള്ളതാണ്. വാട്ട് ഇസ് മീൻ ബൈ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ, എങ്ങനെയാണ് ഇതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറിന് പാരലൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത്. നമ്മൾ 8086 ആണ് ആദ്യമായിട്ട് നമുക്ക് ഈ ആർക്കിടെക്ചറിനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പുള്ള 8085 ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു സിംഗിൾ ആർക്കിടെക്ചർ ആണ്. ഇവിടെ നമ്മളൊരു ആർക്കിടെക്ചറിനെ 2 യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റ് ആണ് നമ്മൾ റീഡിംഗ് ആൻഡ് ഡാറ്റ റൈറ്റിംഗ് ഒക്കെ, ഡാറ്റ റീഡിംഗ് ഓപ്പറേഷൻസ് എല്ലാം ബസ് വഴിയുള്ള എല്ലാ റീഡിംഗ് റൈറ്റിംഗ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിനും ഇൻപുട്ട് ഡിവൈസിനും മെമ്മറിക്കകത്തുനിന്നും ഒക്കെ ഡാറ്റ റീഡിംഗ് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന ഔട്ട്പുട്ട് റീഡ് ചെയ്യുന്നതൊക്കെ നടക്കുന്നത് ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റ് ആണ്. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ യൂണിറ്റ്. നമുക്കറിയാം ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റിൽ ഒരു ക്യൂ ഉണ്ട്, ഒരു 6 ബൈറ്റ് ക്യൂ. ഓരോ ഡാറ്റ അല്ലെങ്കിൽ ഓരോ ഔട്ട്പുട്ടിനെ ഫെച്ച് ചെയ്യുന്നതും അത് ആ ക്യൂക്കകത്താണ് വേണം സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്യൂക്കകത്തുള്ള ഡാറ്റ നമ്മൾ എക്സിക്യൂഷൻ യൂണിറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റ് നെക്സ്റ്റ് ഡാറ്റനെ ഫെച്ച് ചെയ്യും. ഇവിടെ ഫെച്ചിങ്ങും എക്സിക്യൂഷനും ഒരേ ടൈമിലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ 8086 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റിൽ ഒരു ഔട്ട്പുട്ടിനെ ഫെച്ച് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റിൽ അവിടെ അതിനെ വേറെ ഒന്നത്തിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇത് രണ്ടും പാരലായിട്ട് നടക്കുന്നതാണ് ഇതൊരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആ കാര്യം ഓർത്ത് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ അത് എഴുതുമ്പോൾ നിങ്ങൾ അത് തെറ്റിപ്പോകാതെ അതിനകത്ത് ആൻസർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നോക്കി അറിയാം ഫീച്ചേഴ്സ് ഓഫ് 8085 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡിഫറൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എഴുതാം. പിന്നെ നോക്കി ബി പാർട്ടിൽ നോക്കി ആർക്കിടെക്ചർ തന്നെ ചോദിച്ചിരിക്കുന്നത് 8086ന്റെ. പിന്നെന്താണ് 8086 8088 തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നോക്കി മിനിമം മോഡിന്റെ ടൈമിംഗ് ഡയഗ്രത്തിന്റെ എന്താണ് റീഡ് റൈറ്റ് ടൈമിംഗ് ഡയഗ്രത്തിന്റെ ഡിഫറൻസ് ആണ് അവിടെ ചോദിച്ചത്. പിന്നെ നമ്മൾ രജിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഈ ഫ്ലാഗ് എന്നുള്ള സാധനം മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഓഫ് 8086 അത് ചിലപ്പം ഇപ്രാവശ്യം ഒരു സാധ്യത കാണുന്നത് അത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യത ചിലപ്പോൾ ഉണ്ട്. ഒരു ഫ്ലാഗ് രജിസ്റ്റർ ഓഫ് 8086 എക്സ്പ്ലെയിൻ ദ ഫ്ലാഗ്സ് ഓഫ് 8086 ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മിക്കവാറും ആയിട്ട് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നോക്കിയറിയാം കോഡ് സെഗ്മെന്റിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 3054. ഓക്കെ, പിന്നെ കുറേ രജിസ്റ്ററിലെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് BX രജിസ്റ്ററിലെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 4025H. ഇൻസ്ട്രക്ഷൻ പോയിന്റർ IP രജിസ്റ്ററിലെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 1580. BA രജിസ്റ്ററിലെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 5467. ഓക്കെ, ഇങ്ങനെ നമുക്ക് മൊത്തം 4 രജിസ്റ്ററിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ നിന്നാണ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി കുറേ രജിസ്റ്റേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നോക്കേണ്ടത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കോഡ് സെഗ്മെന്റിലാണ്. കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ ആണ് അതിന്റെ ആ ഒരു സെഗ്മെന്റ് ബേസ് ആയിട്ട് വരുന്നത്. അതിനകത്തുള്ള വാല്യൂ എത്രയാണ്? 3054 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ 3054 ആണ് വാല്യൂ. ആ വാല്യൂ ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അതാണ് നമ്മുടെ ബേസ്. നമുക്കൊരു ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആദ്യം സെഗ്മെന്റ് രജിസ്റ്ററിലെ വാല്യൂ എടുക്കേണ്ടത്. സെഗ്മെന്റ് രജിസ്റ്റർ എവിടെയാണ്? കോഡ് സെഗ്മെന്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഇൻസ്ട്രക്ഷൻ ആണ്, അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 3054 ആണ് നമ്മുടെ ബേസ് രജിസ്റ്റർ. ആ 3054 രജിസ്റ്ററിനെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ 4 0 ആഡ് ചെയ്യുന്നതാണെങ്കിൽ ബൈനറി പറയുമ്പോൾ അങ്ങനെ പറയാം, ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 3054 ഒരു 0 കൂടെ വരും ഇൻറ്റു 10 ചെയ്യുമ്പോൾ. അപ്പോൾ 3054 0 എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ കൂടെ ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ അഡ്രസ്സാണ് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് ഓഫ്സെറ്റ്, അതും കൂടെ ആഡ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെഗ്മെന്റ് അഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 10 ചെയ്യുന്നു, പ്ലസ് ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിലെ വാല്യൂ എടുക്കുന്നു, അതിന് ഇൻറ്റു 10 ചെയ്യുന്നു. 3054 ഇൻറ്റു 10, 3054 0 എന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യുന്നതിന് അതിന്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഫ്സെറ്റ് എന്നുള്ളത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന BX ഉണ്ട്, അത് ഓഫ്സെറ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. DI ഓഫ്സെറ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്.
IP ഓഫ്സെറ്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അത് രജിസ്റ്ററാണ്, ആ രജിസ്റ്ററാണ് IP രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ പോയിന്റർ. മറ്റ് പ്രോസസ്സറിലൊക്കെ ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് IP എന്നാണ്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ദാറ്റ് ഈസ് what is the purpose of IP? It is used for storing the address of next instruction to be executed. ഇവിടെ ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണ് IP സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്തെടുത്തു, കോഡ് സെഗ്മെന്റ് എടുത്തു, രജിസ്റ്ററിലെ കണ്ടന്റ് എടുത്തു, ദാറ്റ് ഇസ് ദ ബേസ് അഡ്രസ്, അത് ഇൻറ്റു 10 ചെയ്തു, പ്ലസ് നമുക്ക് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ ഫിസിക്കൽ അഡ്രസ് കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ഓഫ്സെറ്റ് ആഡ് ചെയ്യണം. ഇവിടെ ഓഫ്സെറ്റ് ഏതിലാണ്, IP രജിസ്റ്ററിലാണ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് IP ആണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ, ഡേറ്റയൊക്കെ ആയിരുന്നെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇവിടെ നമുക്ക് എന്താണ്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്. സോ ഇറ്റ് ഈസ് IP ആണ്. അപ്പോൾ 1580 എന്നുള്ളതാണ് നമ്മുടെ IP എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 3054 × 10 പ്ലസ് 1580. ഓക്കെ, അപ്പോൾ ആണ് ആക്ച്വൽ ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കളയരുത്. ആദ്യം നോക്കേണ്ടത് ബേസ് രജിസ്റ്റർ ഏതാ നോക്കുക, ആ ബേസ് രജിസ്റ്ററിനോട് ഇൻറ്റു 10 ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് ആഡ് ചെയ്യുക. അപ്പം ഇൻസ്ട്രക്ഷനൊക്കെ പറയുന്നെങ്കിൽ ഓഫ്സെറ്റ് IP-യിലായിരിക്കും. ഡേറ്റ സെഗ്മെന്റിലേക്ക് ഡേറ്റയൊക്കെ ആണെങ്കിൽ ഓഫ്സെറ്റ് നമുക്ക് ഇതുപോലെ BX-ലെയോ DX-ലേക്ക് ആയിരിക്കും ഡേറ്റ സെഗ്മെന്റിലെ ഓഫ്സെറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് തെറ്റിക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം, ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി, മാർക്ക് കളയാതെ പഠിക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ 8086 ആൻഡ് 85 പഠിക്കണം. ദെൻ പിന്നെ പഠിക്കേണ്ട കാര്യം എന്താണ്, 8086ന്റെ ആർക്കിടെക്ചർ പഠിച്ചിരിക്കണം, മസ്റ്റാണ്. ഓക്കെ, കാരണം അതിനകത്തും ചിലപ്പം രജിസ്റ്റർ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം അതിനകത്തുള്ള രജിസ്റ്ററിന്റെ ആർക്കിടെക്ചർ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആർക്കിടെക്ചർ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട എന്താണ്, മിനിമം മോഡിന്റെ ഒരു ടൈമിംഗ് ഡയഗ്രം, അല്ലെങ്കിൽ മിനിമം മോഡ് എന്താണെന്നും മാക്സിമം മോഡ് എന്താണെന്നുള്ള ആ കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ മെയിൻ ചോദിക്കുന്നത് മിനിമം മോഡിന്റെ റീഡ് ആൻഡ് റൈറ്റ് ടൈമിംഗ് ഡയഗ്രാണ്. റീഡും റൈറ്റും ടൈമിംഗ് തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരൊറ്റ സിഗ്നലിന് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അത് നിങ്ങൾ ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റീഡ് ആൻഡ് റൈറ്റ് ടൈമിംഗ് ഡയഗ്രം, അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്താണ്, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ലോജിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ, ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ അങ്ങനെയുള്ളത്. ഈ കാര്യങ്ങൾ പഠിച്ച് ഈ മോഡ്യൂളിൽ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിക്കുന്ന മാർക്ക് നമുക്ക് അവിടെ കിട്ടിയിരിക്കും. കാരണം നമുക്ക് വേണ്ട 20 മാർക്ക് ഒരിക്കലും നിങ്ങൾ ഈ മോഡ്യൂൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ മോഡ്യൂളിൽ നമ്മൾ പ്രോഗ്രാമിങ്ങോ ഒന്നും വരുന്നില്ല, പക്ക തിയറിയാണ്. അതിനകത്ത് ഈ സാധനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പക്കയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഈ ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, ഈ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു മോഡ്യൂളാണ്. അതിനകത്ത് ആദ്യം നമുക്ക് നോക്കിയാൽ അഡ്രസ്സിംഗ് മോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രോഗ്രാമിംഗ് ഉണ്ട്. പിന്നെ ഒരു അസംബിൾ ഡയറക്ടറീസ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇങ്ങനെ 4 സെക്ഷനായിട്ടാണ് തിരിച്ചെടുക്കുന്നത്. ഒന്ന് അഡ്രസ്സിംഗ് മോഡ്, മസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086. നമുക്കറിയാം അഡ്രസ്സിംഗ് മോഡ്സ് നോർമലായിട്ട് 8 അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. വേണമെങ്കിൽ സീക്വൻഷ്യൽ ഫ്ലോ ഉണ്ട്, കൺട്രോൾ ഫ്ലോ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ സീക്വൻഷ്യൽ ഫ്ലോയിൽ 8 അഡ്രസ്സിംഗ് മോഡ്സും കൺട്രോൾ ഫ്ലോയിൽ നമുക്കൊരു 4 അഡ്രസ്സിംഗ് മോഡ്സും നമുക്ക് പറ്റും. ഇൻട്രാ സെഗ്മെന്റ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 അഡ്രസ്സിംഗ് മോഡ്സ് വരെ ഉണ്ട്. നമുക്ക് മാർക്ക് അനുസരിച്ച് റിട്ടേണൊക്കെ എഴുതി തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അത് എഴുതണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ഇൻസ്ട്രക്ഷൻ സെറ്റൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതാണ് അവിടെ നമുക്ക് അതങ്ങനെ തന്നെ പഠിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ വരുന്ന അസംബിൾ ഡയറക്ടറീസ് ആണ്. അത് ചിലപ്പോൾ മിക്കവാറും ചോദിക്കുന്ന 3 മാർക്കിനാണ്. പിന്നെ ഒരു പ്രോഗ്രാം, അപ്പോൾ പ്രോഗ്രാം മാത്രമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ക്വസ്റ്റ്യൻ എസ് പ്രോഗ്രാം ചോദിച്ചത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്, പ്രോഗ്രാമിംഗ് കുറച്ച് എളുപ്പമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിംഗിന്റെ ബേസ് ഒക്കെ കുറേ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എഴുതുന്ന അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മൾ നോക്കുന്നത്, C എന്നല്ല. അപ്പോൾ അതുകൊണ്ട് അതും നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. നമുക്ക് ഇതിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം, നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഓക്കെ, 2021 ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അസംബിൾ ഡയറക്ടറീസ് എന്താണ്, അപ്പോൾ അതിന് 2 എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചേക്കുന്നത്. അസംബിൾ ഡയറക്ടറീസ് കുറേ അസംബിൾ ഡയറക്ടറീസ് ഉണ്ട്. പ്രോഗ്രാം എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസംബിൾ ഡയറക്ടറീസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നു.
അതിന് രണ്ടെണ്ണത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഫോർ ലിസ്റ്റ് ദ എന്താണ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ദ ഡാറ്റ ബിറ്റ്വീൻ രജിസ്റ്റർ മെമ്മറി. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചേക്കുന്നത് വേറെ രീതിയിൽ ചോദിച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാത്ത രീതിയിൽ ചോദിച്ചു. രജിസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെമ്മറി ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്റ്റാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട്. 4 ഇൻസ്ട്രക്ഷൻസ് എഴുതിയാൽ തന്നെ 3 മാർക്കോടെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, അഡ്രസ്സിംഗ് മോഡ്സ് സൂട്ടബിൾ എക്സാമ്പിൾസ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് സൂട്ടബിൾ എക്സാമ്പിൾസ് ഒരു 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള 12 അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 8 അഡ്രസ്സിംഗ് മോഡ്സ് എങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ ചോദിച്ചേക്കുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും, മൊത്തം എല്ലാ ഇൻസ്ട്രക്ഷൻസും എഴുതുമെന്ന് പറയുന്നില്ല, നമ്മൾ മാർക്ക് നോക്കിയിട്ട്. ഫോർ എക്സാമ്പിൾ 6 മാർക്കാണെങ്കിൽ നിങ്ങളൊരു 10 ഇൻസ്ട്രക്ഷൻസ് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതുക. 40 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അത് കൂട്ടിക്കൊള്ളുക. ഓക്കെ, ദെൻ അതിനകത്ത് വരുന്ന മൊഡ്യൂൾ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ക്വസ്റ്റ്യൻ നോക്കി അറിയാം, വലിയൊരു ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു വലിപ്പം തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതിനകത്ത് ഒന്ന് ചോദിച്ചേക്കുന്ന കുറേ രജിസ്റ്ററിലെ വാല്യൂ വന്നിട്ടുണ്ട്. ദ AX register having one value, BX register having one value, CX register having one value, DX register having one value, and the flag register having value. എന്നിട്ട് ഈ ഓരോ രജിസ്റ്ററിലെയും വാല്യൂസ്, അതായത് ഫ്ലാഗ്സിലെ വാല്യൂസ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു 6 ഇൻസ്ട്രക്ഷൻസ്, ഒരു 7 ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഡ്രോ ടേബിൾ വിത്ത് കോളം ഓരോ ഇൻസ്ട്രക്ഷൻസും കൂടി, AXലെ വാല്യൂ, BXലെ വാല്യൂ, CXലെ വാല്യൂ, DXലെ വാല്യൂ, ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, ഇങ്ങനെയുള്ള ആ ഓരോ അതിനകത്തുള്ള വാല്യൂ ആണ്. അപ്പം അതാണ് ഓരോ കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് വരേണ്ടത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഒരു സൈഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതുക. ദെൻ ഫസ്റ്റ് കോളം AX, BX, CX, DX, പിന്നെ ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, അങ്ങനെ ഇതേപോലെ കോളം ആക്കിയിട്ട് ആ കോളത്തിൽ ഓരോ ഇൻസ്ട്രക്ഷനും ചെയ്യുമ്പോൾ അതിൻ്റെ നടക്കുന്ന ഇത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ നോക്കി, ROR-AX, റൊട്ടേറ്റ് റൈറ്റ് ആണ്. AXന് 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം AXലെ വാല്യൂ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 30 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ 30 എന്നുള്ള വാല്യൂ 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 0 3 എന്താണ് ആ 3 എന്നുള്ള സാധനം ഇപ്പോൾ ഏറ്റവും ലെഫ്റ്റ് നമ്മുടെ റൈറ്റിലേക്ക് മാറി. അപ്പം നിങ്ങളത് ചെയ്യുമ്പം ബൈനറി എഴുതി നോക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്റ്റേക്ക് പറ്റും കേട്ടോ. ബൈനറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാത്തിനാണ് 16 ബിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഒരു 0030 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 16 ബിറ്റ് ഉണ്ട്. അപ്പോൾ 0 എന്നുള്ളതിന് 4 0, അടുത്ത 0 4 0, 3 എന്ന് പറയുമ്പോൾ 0011, നെക്സ്റ്റ് 0000. അപ്പം അങ്ങനെ ആണ് AX. അപ്പോൾ AXനെ 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഓരോ ബിറ്റായിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ 3 എന്നുള്ള സാധനം ഏറ്റവും അറ്റത്തേക്ക് വരുന്നു. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും വ്യത്യാസമില്ല. എന്താണ് BX, DX, CXലൊന്നും ആ കൊടുത്തിരിക്കുന്ന വാല്യൂ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വണ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് BX, CX രജിസ്റ്ററിലെ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ രജിസ്റ്ററിലെ കണ്ടന്റ് വ്യത്യാസം മിക്കവാറും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിക്കവരും. സബ്ട്രാക്റ്റും കമ്പയറും തമ്മിലുള്ള വ്യത്യാസം. സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രജിസ്റ്ററിലെ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് മാറുന്നുണ്ട്, റിസൾട്ട് ചേഞ്ച് ആവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പം AXലെ വാല്യൂ, BXലെ വാല്യൂ നമുക്കറിയാം 31 ആണ്, CXലെ വാല്യൂ 32 ആണ്. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം BXലെ വാല്യൂ 31ഉം CXലെ വാല്യൂ 32 ആയിട്ട് തന്നെ ഇരിക്കുന്നു. അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ എന്താണ്, ഇപ്പോഴത്തെ ഫ്ലാഗ്സ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, അങ്ങനെയുള്ള ഫ്ലാഗുകളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. എങ്ങനെയാണ് സെറ്റ് ആവുന്നത്? കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഏതാണ് ലാർജസ്റ്റ് ഏതാണ് സ്മോളസ്റ്റ് എന്നാണ് ചെക്ക് ചെയ്തത്. ഒന്ന്, അപ്പം എന്താണ് ചെയ്യുന്നത്, ഒന്ന് BX ഈസ് ഗ്രേറ്റർ ദാൻ CX ആണെങ്കിൽ നമുക്ക് ക്യാരി വരത്തില്ല. BX ഈസ് ലെസ് ദാൻ CX ആണെങ്കിൽ, CX ആണ് വലുതെങ്കിൽ ക്യാരി വരും. ഇവിടുത്തെ കണ്ടീഷനിൽ
VX കണ്ടന്റ് ഈസ് 31 CX കണ്ടന്റ് ഈസ് 32 ആണ്. അതുകൊണ്ടാണ് ക്യാരി ഫ്ലാഗ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു കോളത്തിനകത്ത് നമുക്ക് എന്ത് വന്നേക്കുന്നത്, നമുക്ക് 1 എന്നുള്ള വാല്യൂ വന്നേക്കുന്നത് കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇതിനകത്ത് നമുക്ക് നമുക്ക് 1 വന്നേക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അങ്ങോട്ടും മാറുന്നു. ആൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുപോലെ ഓരോ ഇൻസ്ട്രക്ഷൻസിന്റെയും ടേബിൾ വരച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഫ്ലാഗിലും ഇതിനകത്തുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നേക്കണമെന്ന് നിങ്ങൾ നോക്കി അറിയാം. ആ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. നോക്കി, ലാർജസ്റ്റ് എമം n നമ്പേഴ്സ്. n നമ്പേഴ്സ് ആണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ലാർജസ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. അത് ഇന്ന സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഇന്ന സ്ഥലത്ത് മുതൽ സ്റ്റോർ ചെയ്യുന്നു, ലാർജസ്റ്റ് നമ്പർ ഇന്ന സ്ഥലത്ത്. അങ്ങനെ നമ്മൾ ലാർജസ്റ്റ് നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ n നമ്പേഴ്സ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ചെയ്യേണ്ടത്. പ്രോഗ്രാമൊക്കെ ഞാൻ ഇപ്പം ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് അത്ര സമയമില്ല. ഞാൻ പ്രോഗ്രാമിൻ്റെ 2-3 ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിന് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകത്തതിൻ്റെ. പെട്ടെന്ന് ഇതൊക്കെ ലാർജസ്റ്റ് ഒക്കെ എളുപ്പമുള്ള പ്രോഗ്രാമാണ്. മിക്കവാറും നിങ്ങൾ ലാബിൽ ചെയ്ത പ്രോഗ്രാം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾ ലാബും തിയറിയും ഒന്നിച്ച് പഠിക്കുന്നുണ്ട്. ലാബിൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലാബ് എക്സാം കഴിഞ്ഞ് ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പ്രോഗ്രാംസ് ഒക്കെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നോക്കിയറിയാം, അവിടെ അഡ്രസ്സിംഗ് മോഡ്സ് ചോദിച്ചിട്ടുണ്ട്. അത് പാർട്ട് എയിലാണ് ചോദിച്ചേക്കുന്നത്. 3 അഡ്രസ്സിംഗ് മോഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് മിക്കപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ. പുഷും പോപ്പും ചെയ്യാൻ സ്റ്റാക്കിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രോഗ്രാംസ് ചോദിച്ചത്. ഒന്ന് ലാർജസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഈവൻ ആൻഡ് ഓഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ PPT-ക്കകത്ത് തന്നെ ആ 2 പ്രോഗ്രാംസും ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഇവർക്ക് കൊടുത്തേക്കാം. താല്പര്യം അവർക്ക് വേണമെങ്കിൽ അത് ആ പ്രോഗ്രാംസ് നോക്കാം കേട്ടോ. ലാർജസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കുന്ന പ്രോഗ്രാംസ്. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യും എവിടെയാണ് നമ്മുടെ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാർജസ്റ്റ് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം, സ്മോളസ്റ്റ് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലാർജസ്റ്റ് ഇന്ന ലൊക്കേഷനിലും സ്മോളസ്റ്റ് ഇന്ന ലൊക്കേഷനിലും പറഞ്ഞ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അസ്യൂം CS കോഡ് ഡേറ്റ DS ഡേറ്റ എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എത്ര നമ്പറാണ് പറഞ്ഞേക്കുന്നുള്ളത് അത് ഒരു അരയായിട്ട് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ C എന്നുള്ള സ്റ്റെപ്പിനകത്ത് നമ്പേഴ്സാണ്. ഇതിൽ ലാർജസ്റ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൊക്കേഷനും സ്മോളസ്റ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ലൊക്കേഷനും. ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് ലാർജസ്റ്റ് സ്മോളസ്റ്റ് ഒക്കെ നോക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കമ്പയർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നോക്കിയറിയാം കമ്പയർ DX, X ചെയ്തിട്ട് ജമ്പ് ഈസ് എബോ, അല്ലെങ്കിൽ ജമ്പ് ഇഫ് നോട്ട് ബിലോ, അല്ലെങ്കിൽ ജമ്പ് ഇഫ് നോട്ട് എബോ. ഈ 2 ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 കമ്പയർ ചെയ്യുക. ജമ്പ് ഇഫ് നോട്ട് എബോ ആണെങ്കിൽ അങ്ങനെ നോക്കുക, ജമ്പ് ഇഫ് നോട്ട് ബിലോ ആണെങ്കിൽ അങ്ങനെ. അത് വെച്ചിട്ട് 2 നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ പ്രോഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറൊരു അടുത്തൊരു പ്രോഗ്രാമും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. 2 പ്രോഗ്രാം അതിനകത്ത് ഉണ്ടായിരുന്നു. ആ 2 പ്രോഗ്രാമും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഈവൻ ആണോ ഓടാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം, അങ്ങനെ ഒരു പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈവൻ ആണോ ഓടാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം അതിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈവൻ ഓടുന്നു നിങ്ങൾക്ക് അറിയാലോ. ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ബിറ്റ് എന്നുള്ളത് 0 ആയിരിക്കും. ഓഡ് നമ്പർ എന്നുള്ളത് ലാസ്റ്റ് ബിറ്റ് എന്നുള്ളത് 1 ആയിരിക്കും. അപ്പം ലാസ്റ്റ് ബിറ്റിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവൻ നമ്പറാണ് ഓഡ് നമ്പറാണ്. ഈവൻ ആണെങ്കിൽ ഈവൻ്റെ കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക, ഓടാണെങ്കിൽ ഓഡിൻ്റെ കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം. വേറൊരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ചെക്ക് ചെയ്യുന്നതാണ്. 1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു, ലാസ്റ്റ് ബിറ്റ് 1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അല്ലാതെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാല്യൂ എടുക്കുന്നു, ആ വാല്യൂവിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ബിറ്റ് നമുക്ക് പോയി ക്യാരി ചെക്ക് ചെയ്യുക. ക്യാരി വെച്ചുള്ള റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, ഈവൻ നമ്പറും, 1 ആണെങ്കിൽ അത് ഓഡ് നമ്പറും ആയിരിക്കും. അങ്ങനെ നമുക്ക് 1-ൻ്റെയും ഈവൻ്റെയും ഓഡിൻ്റെയും നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും, കൗണ്ട് സ്റ്റോർ ചെയ്ത് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം അറിയാവുന്നവർ അതിനകത്തേക്ക് അത്ര സമയം കുറച്ച് ബേസ് ഉള്ളവരൊക്കെ ഈ സമയത്ത് അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പോയാൽ മതി. അല്ലെങ്കിൽ ആ പോർഷൻസ് വിടുക, പ്രോഗ്രാം ടച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇപ്പം ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമുക്കറിയാം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ലൂപ്പ്, എന്താണ് എക്സ്ചേഞ്ച് എന്നുള്ള ഇൻസ്ട്രക്ഷൻ, എന്താണ് STC എന്നുള്ള ഇൻസ്ട്രക്ഷൻ, എന്താണ് പിന്നെ അതുപോലെ അസംബിൾ ഡയറക്ടീവ്സ്. ഞാൻ പറഞ്ഞു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അസംബിൾ ഡയറക്ടീവ്സ് അധികവും. അപ്പോൾ അത് ചോദിക്കുക. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. അതിൽ ഫിസിക്കൽ അഡ്രസ് മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ DS-ലെ വാല്യൂ ഡാറ്റാ സെഗ്മെന്റ്, CS-ലെ വാല്യൂ അത്, BX-ലെ വാല്യൂ അത്, SI-ലെ വാല്യൂ അത്, 2 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ആക്ച്വൽ അഡ്രസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കിയറിയാം, മൂവ് AL, എന്താണ് ബ്രാക്കറ്റിൽ BX ആണ്. അപ്പോൾ BX-ലെ വാല്യൂ ആണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ അഡ്രസ് ഏത് വാല്യൂ ആയിരിക്കും, ഇവിടുത്തെ ഫിസിക്കൽ അഡ്രസ് ഏതായിരിക്കും? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കുമ്പോൾ മൂവ് AL, BX ബ്രാക്കറ്റിൽ BX. BX-ലെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 0312H. അതാണ് BX-ലെ വാല്യൂ. 0312H എന്നുള്ള ഈ ഒരു BX-ലെ വാല്യൂ ആ ഇതിൻ്റെ കൂടെ നമുക്ക് ബേസ് അഡ്രസ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഡേറ്റ ആയതുകൊണ്ട് ബേസ് എന്നുള്ളത് DS ആണ്, ഡേറ്റാ സെഗ്മെന്റ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസ് ഡേറ്റ നോക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റാ സെഗ്മെന്റ് ആണ്. ഡേറ്റാ സെഗ്മെന്റ്, ഹലോ 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 ഓക്കെ ആണോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതെ കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, അല്ല ഇടയ്ക്ക് സൗണ്ട് കേട്ടു. ഓക്കെ, അപ്പൊ BX-ലെ കണ്ടന്റ് പ്ലസ് ഈ ബേസ് രജിസ്റ്ററിലെ കണ്ടന്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നത്. ഇപ്പൊ ബേസ് രജിസ്റ്ററിൽ നമുക്കറിയാം ഇതിലാണ് ഡേറ്റാ സെഗ്മെന്റ് ആണ് 2AD3 എന്നുള്ളതാണ് അവിടെ വരുന്നത്. 2AD3 × 10 ചെയ്യുക പ്ലസ് BX-ലെ കണ്ടന്റ്, അതാണ് ഫിസിക്കൽ അഡ്രസ്. അതിനകത്ത് വാല്യൂ ആയിരിക്കും AL-ലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓരോ രജിസ്റ്ററിലെ ഓരോ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CS എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടിയിട്ടാണ് CS ഇട്ടേക്കുന്നത്. അപ്പോൾ CS വരുന്നതൊന്നുമില്ല, ഇവിടെ എല്ലാം ഡേറ്റാ സെഗ്മെന്റ് ആണ്. പിന്നെ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ അഡ്രസ്സിംഗ് മോഡ്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ രണ്ടാമത്തെ B പാർട്ടിൽ വരുന്ന നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ മിക്കവാറും ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന അഡ്രസ്സിംഗ് മോഡ്സ് എപ്പോഴും ഇവിടുന്ന് കിട്ടും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്നത്. പിന്നെ ഒരു ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നാണ്. 2024 നവംബറിൽ വരുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ തിരിഞ്ഞു വന്നുള്ളൂ. അഡ്രസ്സിംഗ് മോഡ്സ് ആദ്യം ചോദിച്ചു, രണ്ടാമത് ഫിസിക്കൽ അഡ്രസ് മെമ്മറി ലൊക്കേഷൻ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ. അവിടെ നോക്കേണ്ടത് ഇവിടെ DS-ലെ വാല്യൂ നോക്കുക, പിന്നെ ബാക്കി ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രജിസ്റ്റർ ആയത് നോക്കുക, ആ രജിസ്റ്ററിലെ അത് പ്ലസ് DS-ലെ വാല്യൂ ആഡ് ചെയ്തിട്ട് അതായിരിക്കും ഫിസിക്കൽ അഡ്രസ്. അതിലെ കണ്ടന്റ് ആയിരിക്കും അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു മിക്ക ക്വസ്റ്റ്യനിലെ ഒരു എന്താണ് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസും ഉണ്ട്. അധികം പ്രോഗ്രാംസും നിങ്ങൾ ലാബിൽ ചെയ്ത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് മിക്കവാറും ചോദിക്കുന്നതൊക്കെയാണ്.
സ്ട്രിങ്, ബ്രാഞ്ച്, ഡാറ്റ ട്രാൻസ്ഫർ, ഈ 3 ഇൻസ്ട്രക്ഷൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ബാക്കി എല്ലാം നോക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ജൂണില് 2024 വന്നേക്കുന്നതിലും അഡ്രസ്സിംഗ് മോഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അതുപോലെ അസംബിൾ ഡയറക്ടീവ്സ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്ന പോലെ എന്താണ് ഒരു പ്രോഗ്രാമാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഇവിടെ നമുക്ക് മാർക്ക് കളയാൻ അധികം കളയരുത് ഈ മോഡ്യൂളിൽ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത് ഒന്ന് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086 ആണ്. പിന്നെ പഠിക്കേണ്ട ഒരു പോർഷൻ അസംബിൾ ഡയറക്ടീവ്സ് ആണ്. അധികം 3 മാർക്കിന് 4 മാർക്ക് കൂടുതൽ ചോദിക്കാറില്ല, അത് അധികം ഇല്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷൻസ് ആണ്. പിന്നെയാണ് ഇൻസ്ട്രക്ഷൻസ് പഠിക്കേണ്ടത് മെയിനായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ, സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, അതിനകത്ത് ജമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, ഷിഫ്റ്റ് റൊട്ടേറ്റ് ഒക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നോക്കുക. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. പിന്നെ വരുന്നത് അഡ്രസ്സിന്റെ എന്താണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ്, എങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ അതിന്റെ ഫിസിക്കൽ അഡ്രസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളിലുള്ളത്. രണ്ടാമത്തെ മോഡ്യൂളിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്ന പോർഷൻസ് ഒരിക്കലും വിട്ടുകളയരുത്, അത് മനസ്സിലായിട്ട് നോക്കുക. പ്രോഗ്രാം അറിയാവുന്നവർ, നന്നായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവർ, നിങ്ങൾ ലാബിൽ ചെയ്യിപ്പിച്ച കുറച്ച് പ്രോഗ്രാം, ലാർജസ്റ്റ്, സ്മോളസ്റ്റ്, അതേപോലെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈവൻ നമ്പേഴ്സ് അല്ലെ ഓഡ് നമ്പേഴ്സ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ഓക്കെ. ദെൻ മൂന്നാമത്തെ മോഡ്യൂൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് വേറെ പ്രോഗ്രാമിംഗ് ഒന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടോപ്പിക് ഇവിടെ ഉള്ളൂ. ഒന്ന് സ്റ്റാക്ക്, വളരെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ സ്റ്റാക്കിന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. മാക്സിമം ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ സ്റ്റാക്കിന്റെ ചോദിച്ചിട്ടുള്ളൂ. ദെൻ പിന്നെ വരുന്ന ഇൻട്രപ്റ്റ്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇൻട്രപ്റ്റിന്റെ കൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് പ്രോഗ്രാമബിൾ കൺട്രോളർ, അങ്ങനെ ഒരു ടോപ്പിക്ക് ഇൻട്രപ്റ്റിന്റെ കൂടെ വരുന്ന ഇൻട്രപ്റ്റ് പ്രോഗ്രാമർ, ഇൻട്രപ്റ്റ് കൺട്രോളർ. പിന്നെ വരുന്നതാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് മെമ്മറി ഇന്റർഫേസിങ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മെമ്മറി ഇന്റർഫേസിങ് എന്നുള്ള ടോപ്പിക്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നോക്കിയ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇന്റർപ്റ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. IND-N ഇൻസ്ട്രക്ഷൻ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇന്റർപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് 86 എടുക്കുകയാണെങ്കിൽ 256 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഹാർഡ്വെയർ ഇന്റർപ്റ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇന്റർപ്റ്റ്സ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇന്റർപ്റ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് IND എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ച് എഴുതുന്ന 0 മുതൽ 255 വരെയുള്ള IND-N വാല്യൂ കൊടുത്ത IND-0 to IND-255 വരെയുള്ള ഇന്റർപ്റ്റ്സ് ഉണ്ട്. ആ ഇന്റർപ്റ്റിനെ പല പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു 6 ഇന്റർപ്റ്റ്, പ്രീ ഡിഫൈൻഡ് ഇന്റർപ്റ്റ് എന്ന് പറയുന്നു. അത് ഒരു പേരുണ്ട്, ഡിവൈഡ് ബൈ 0, അങ്ങനെ നോൺ മാസ്കബിൾ ഇന്റർപ്റ്റ്, അങ്ങനെ ഓരോന്നിനും ഒരു പ്രീ ഡിഫൈൻഡ് ഇന്റർപ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇന്റർപ്റ്റ്സുകളൊക്കെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, അതായത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ. സോഫ്റ്റ്വെയർ ഇന്റർപ്റ്റും ഹാർഡ്വെയർ ഇന്റർപ്റ്റും നമ്മൾ വ്യത്യാസം എന്താണെന്നൊക്കെ നോക്കുക. അപ്പൊ ഇന്റർപ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് ഫസ്റ്റായിട്ട് നോക്കി വെക്കുക. ഇന്റർപ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മിക്കവാറും ചോദിക്കുന്നത് ഇന്റർപ്റ്റിന്റെ എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും, വാട്ട് ആർ ഡിഫറെന്റ് ഇന്റർപ്റ്റ്സ് ഓഫ് 8086, അല്ലെങ്കിൽ ക്ലാസിഫൈ ദ കാറ്റഗറീസ് ഓഫ് ഇന്റർപ്റ്റ് ഓഫ് 8086, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ. ഞാൻ ബി പാർട്ടിലേക്ക് വരുമ്പോൾ നോക്കി എക്സ്പ്ലെയിൻ സ്റ്റാക്ക് സ്ട്രക്ചർ ഓഫ് 8086, വളരെ സിമ്പിൾ ആയിട്ട് 2 ഡയഗ്രാം, പുഷ് പോപ്പ് ഇൻസ്ട്രക്ഷനൊക്കെ വെച്ച് സ്റ്റാക്കിലേക്ക് വരുന്ന ചെറിയ 2 ഡയഗ്രാംസ് ആണ് സ്റ്റാക്ക് സ്ട്രക്ചർ. പിന്നെ വരുന്നതാണ് നമ്മളെ 2 ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി, EEPROM-ഉം റാമും. അപ്പൊ ഇവിടെ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വരച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇന്റർഫേസിങ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്, ഞാനിപ്പോ ഇതിനകത്ത് തന്നെ എങ്ങനെയാ വരയ്ക്കുന്നുള്ളതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം അത് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ ആദ്യത്തെ ഫസ്റ്റ് മോഡിൽ പറഞ്ഞാണ്, അഡ്രസ് ബസിന്റെ കപ്പാസിറ്റി എത്ര നോക്കുക. അഡ്രസ് ബസ് കപ്പാസിറ്റി 20 ബിറ്റ് ആയതുകൊണ്ട് 2/20 ആണ് നമ്മുടെ മാക്സിമം മെമ്മറി. 1 മെഗാബൈറ്റ് മെമ്മറി വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെമ്മറി കണക്ട് ചെയ്യാൻ വേണ്ടി എത്ര അഡ്രസ് ലൈൻസ് വേണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ 32 KB ആണ് തന്നിരിക്കുന്നത്. രണ്ടും 32 KB, 32 KB എന്ന് പറയുമ്പോൾ 64 KB. ഇപ്പൊ 64 KB-യുടെ EEPROM-ഉം 64 KB-യുടെ റാമും. എന്താണ് ഈ 232 KB എന്ന് പറയാൻ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഈവൻ മെമ്മറി ബാങ്കും ഓഡ് മെമ്മറി ബാങ്കുമായിട്ട് തിരിക്കുന്നത്. അപ്പം മിക്കപ്പോഴും ഒരു മെമ്മറി തന്നിട്ടുണ്ടെങ്കിൽ 2 ആയിട്ട് എടുക്കുന്നത്. 232 KB എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ടുന്ന എത്രയാണ്, 64 KB മെമ്മറിക്ക് എത്ര അഡ്രസ് ലൈൻസ് വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 എത്രയാണ് 64 KB എന്ന് കണ്ടുപിടിക്കുക. 2/16 ആണ്
64 KB. 2⁻16 is equal to 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് 2⁻10 എന്നുള്ളത് 1 KB ആണ്, 2⁻11 2 KB ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ 2⁻16 ആണ് 64 KB. അപ്പൊ 64 KB എന്നുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടി 16 അഡ്രസ് ലൈൻസ് വേണം. നമുക്ക് ടോട്ടൽ അഡ്രസ് ലൈൻസ് എത്ര ഉള്ളത്? 20 അഡ്രസ് ലൈൻസ് ആണ് ഉള്ളത്. അതിനകത്ത് 16 അഡ്രസ് ലൈൻ. അപ്പൊ A0 മുതൽ എടുക്കുകയാണെങ്കിൽ A0 to A15 വരെയുള്ള അഡ്രസ് ലൈൻസ് ആയിരിക്കണം നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ ഒരു മെമ്മറി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 64 KB മെമ്മറി കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര അഡ്രസ് ലൈൻസ് വേണം? 16 അഡ്രസ് ലൈൻസ് വേണം. അപ്പൊ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ മെമ്മറി ഇന്റർഫേസിംഗിന്റെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഹൗ മെനി അഡ്രസ് ലൈൻസ് റിക്വയർഡ് ഫോർ ദാറ്റ് മെമ്മറി, അപ്പൊ അത് കണ്ടുപിടിക്കും. ഇപ്പൊ 8 KB ആണെങ്കിൽ നമുക്ക് എത്ര വേണമെന്ന് നോക്കുക, 4 KB ആണെങ്കിൽ നമുക്ക് എത്ര വേണമെന്ന് നോക്കുക. 1 KB ആണെങ്കിൽ ഞാൻ പറഞ്ഞു 2⁻10 ആണ്, 10 അഡ്രസ് ലൈൻസാണ് വേണ്ടത്. അപ്പൊ അതാണ് ആദ്യത്തെ. പിന്നെ ബാക്കി വരുന്ന അഡ്രസ് ലൈൻസ് ഉണ്ടല്ലോ, 64 KB ആയതുകൊണ്ട് 16 അഡ്രസ് ലൈൻസ് ആണ്. A0 മുതൽ A15 വരെ വരും. ബാക്കി വരുന്ന അഡ്രസ് ലൈൻസ് ഉണ്ട്, അതായത് 16, 17, 18, 19 വരെയുള്ള അഡ്രസ് ലൈൻസ്. ആ അഡ്രസ് ലൈൻസ് ആണ് നമ്മൾ ഈ ഓരോ മെമ്മറിയുടെയും ചിപ്പ് സെലക്ടിലേക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മെമ്മറി എല്ലാ ചിപ്പിനും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ചിപ്പിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നുണ്ട്, ആ പിന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് മെമ്മറി ഇന്റർഫേസിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ ഞാനത് നമുക്ക് ഉണ്ടെങ്കിൽ ഞാനത് വരച്ച് എങ്ങനെ ഇന്റർഫേസ് ചെയ്യിക്കുക എന്നുള്ളത് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്സാപ്പിലോ ഇതിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് എത്ര അഡ്രസ് ലൈൻസ് വേണമെന്ന് നോക്കുക. അപ്പൊ അഡ്രസ് ലൈൻസ് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന അഡ്രസ് ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്തിട്ട് ചിപ്പ് സെലക്ടിലേക്ക് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ 16 അഡ്രസ് ലൈൻസ് ഇവിടെ വേണം. ബാക്കി വരുന്ന നമുക്ക് ഉള്ള 4 അഡ്രസ് ലൈൻസ് അല്ലെ 5 അഡ്രസ് ലൈൻസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ചിപ്പ് സെലക്ടിലേക്ക്. കമ്പൈൻ ചെയ്ത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നിൽ നോർമൽ ഗേറ്റ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡീകോഡർ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ചെയ്യാം. ഓക്കെ. അത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച അല്ലെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ററപ്റ്റിന്റെ കൺട്രോളർ. അതൊരിക്കലും നിങ്ങളെ മാർക്ക് കളയരുത്. 8259 എന്നുള്ള അത് നിങ്ങൾ മെമ്മറി ഇന്റർഫേസിംഗ് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പം മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് മെമ്മറി ഇന്റർഫേസിംഗ്. അത് ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അത് വിട്ടിട്ട് നിങ്ങൾ പഠിക്കുന്ന ഈ മോഡ്യൂൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാക്കി പോർഷൻസ് വിടരുത്. അതായത് ഇൻഡപ്റ്റിന്റെ സ്ട്രക്ചർ, ഇൻഡപ്റ്റ് സൈക്കിൾ, എങ്ങനെ ഒരു ഇൻഡപ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതാണ് ഇൻഡപ്റ്റ് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. ഒരു 8-9 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് അത് പഠിക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡപ്റ്റ്സ് ഏതാണെന്ന് പഠിക്കുക. പിന്നെ ഇൻഡപ്റ്റ് കൺട്രോളർ 8259 അതിനൊരു ആർക്കിടെക്ചർ ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇന്റേണൽ ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാംസ് പഠിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇൻഡക്ട് വെക്ടർ ടേബിൾ എന്താണെന്നും പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്തായാലും മസ്റ്റായിട്ട് വിട്ടുകളയരുത്, കാരണം എല്ലാം തിയറിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിനകത്ത് ഇൻഡപ്റ്റ് സൈക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡപ്റ്റ് സൈക്കിൾ ആണ് മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് 8-10 സ്റ്റെപ്പ് വരെ ഉണ്ട് ഈ ഇൻഡപ്റ്റ് സൈക്കിൾ. 9-10 സ്റ്റെപ്പാണ് ഇൻഡപ്റ്റ് സൈക്കിൾസ് വരുന്നത്. അപ്പൊ ഇൻഡപ്റ്റ് സൈക്കിൾ വിത്ത് ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ഉള്ള ഇതുണ്ട്. അതല്ലാതെ ഈ സ്റ്റെപ്പ് മാത്രം പഠിക്കുക. ഇൻഡപ്റ്റ് സൈക്കിൾസ് ഓഫ് 8086 ഒരു ഇൻഡപ്റ്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് നടക്കുന്നത്, അതാണ് ഇൻഡപ്റ്റ് സൈക്കിൾസ്. പിന്നെ മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡപ്റ്റ്സ്, സോഫ്റ്റ്വെയർ ഇൻഡപ്റ്റ്, ഹാർഡ്വെയർ ഇൻഡപ്റ്റ്, നെസ്റ്റഡ് ഇൻഡപ്റ്റ്, അതിന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ 8086 മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആണുള്ളത്. പിന്നെ ഇൻഡപ്റ്റ് വെക്ടർ ടേബിൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കുക. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഒരു ഇൻഡപ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിസേബിൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഇൻഡപ്റ്റ് മാസ്കബിൾ ഇൻഡപ്റ്റും, നോൺ മാസ്കബിൾ ആണെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്താൽ മസ്റ്റായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ആർക്കിടെക്ചർ ഓഫ് 8259 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മെമ്മറി ഇന്റർഫേസ് ചോദിച്ചിട്ടില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മെമ്മറി ഇന്റർഫേസ് ഉണ്ട്. പിന്നെ ഇൻഡപ്റ്റ് സർവീസ് റൂട്ടീൻ, ഇൻഡപ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്, ദാറ്റ് മീൻസ് സൈക്കിൾസ്, ഇൻഡപ്റ്റ് സൈക്കിൾ തന്നെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് 8259. ഇവിടെ ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് എപ്പോഴും മാർക്ക് ഒരിക്കലും കളയരുത്. ഇൻഡപ്റ്റ് സ്റ്റാക്ക് എന്നുള്ള പോർഷന് വളരെ കുറച്ച് മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക്കാണ്. അതിനകത്തൊരു 3-5 മാർക്ക് കൂടി ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡപ്റ്റ് കൺട്രോളർ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊരിക്കലും വിട്ടുകളയരുത്. അതുപോലെ സ്റ്റാക്കും മെമ്മറി ഇന്റർഫേസ് നോക്കി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്റ്റാക്ക് എന്താണ്, സ്റ്റാക്കിന്റെ ഓപ്പറേഷൻ ആണ്, 4-5 മാർക്കിന് കൂടുതൽ ചോദിക്കത്തില്ല. ഓക്കെ. ദെൻ അടുത്ത നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതിനകത്ത് ഇതുപോലെ തന്നെ
നമ്മൾ ചോദിച്ചേക്കുന്ന ആർക്കിടെക്ചർ തന്നെ ചോദിച്ചേക്കുന്നത്, ഇൻഡപ്റ്റ് പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പ്. പിന്നെ മറ്റേ എന്താണ് സ്ട്രക്ചർ ഓഫ് 8086 സ്റ്റാക്ക് സ്ട്രക്ചർ. സ്റ്റാക്ക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് 2 ചെറിയ ഡയഗ്രം ഉള്ളത്, ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ എല്ലാത്തിലും കേട്ടോ, 32x8 KB EEPROM 32 KB x 8 RAM. ഓക്കെ. ഈ ഇന്റർഫേസിങ്ങിന്റെ ഇതെങ്ങനെ ഇന്റർഫേസ് ചെയ്യാന്നുള്ളത് ഓൾറെഡി എനിക്ക് തോന്നുന്നു പല യൂട്യൂബ് ലെക്ചേഴ്സ് വീഡിയോയിലും കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് നിങ്ങൾ വിളിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അത് വരച്ച് നമുക്ക് ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ സമയം നാളെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതേ ഈ സെയിം അത് തന്നെ. ഈ 32 KB x 8 തന്നെയാണ് എനിക്കിപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ. ഈ ജൂണിൽ വന്നിരിക്കുന്നതിലും നമുക്കിവിടെ ഇൻഡപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആർക്കിടെക്ചർ തന്നെ ചോദിച്ചേക്കുന്നത്. പിന്നെ ഇൻഡപ്റ്റ് സീക്വൻസ് എന്താണ് ഒരു ഇൻഡപ്റ്റ് എന്തൊക്കെ, ഇൻഡപ്റ്റ് സൈക്കിൾസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഇൻഡപ്റ്റ്സ്. പിന്നെ നമ്മുടെ 32 KB പകരം ഇവിടെ 24 KB x 8 ആണ് കൊടുത്തത്. 24 KB x 8 ആണെങ്കിൽ 8 KB റാമിന്റെയും 8 KB EEPROM-ന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 3 മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒന്ന് ഇൻഡപ്റ്റ് മസ്റ്റ് ആണ്, ഇൻഡപ്റ്റ് കൺട്രോൾ ഈസ് മാൻഡറ്ററി, സ്റ്റാക്ക്. ദെൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മെമ്മറി ഇന്റർഫേസിങ്ങിന്റെ ഡയഗ്രം വരച്ച് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ അറിയാൻ പഠിക്കുന്ന ആഗ്രഹമുള്ളവർ ജസ്റ്റ് ചോദിക്കുക, നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മെമ്മറി ഇന്റർഫേസിങ്. ഓക്കെ. ദെൻ മൊഡ്യൂൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ദെൻ മൊഡ്യൂൾ 4 പോകുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന 3 മെയിൻ ഡിവൈസസ് ആണുള്ളത്. പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് 8255, ദെൻ നെക്സ്റ്റ് DMA കൺട്രോളർ 8257, പിന്നെ ഒരു ഇൻഡപ്റ്റഡ് ടൈമർ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ഇന്റർവൽ ടൈമർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ഈ 3 ഫീച്ചേഴ്സ് പഠിച്ചിരിക്കുക. എന്താണ് പ്രോഗ്രാമബിൾ ഇന്റർവൽ ടൈമർ, what are the features of 8254, what are the features of 8257, what are the features of 8253. ഈ ഫീച്ചേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ദെൻ ഇതിന് 3 ആർക്കിടെക്ചർ ഉണ്ട്. ഇത് മാറി ചോദിക്കും. ഓക്കെ. അപ്പൊ അതിനകത്ത് മിക്കപ്പോഴും മാർക്ക് നോക്കിയറിയാം എല്ലാത്തിന്റെയും എക്സ്പ്ലെയിൻ പ്രോഗ്രാമബിൾ ഓപ്പറേഷൻസ് അതിനകത്ത് എന്തൊക്കെ വരുന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഓരോന്നിനും 8255 എടുക്കുവാണെങ്കിൽ 8255 നമുക്കറിയാം അതിനൊരു ആർക്കിടെക്ചർ ഉണ്ട്, അതിനൊരു ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. 2 മോഡിൽ വർക്ക് ചെയ്യും, IO മോഡും ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡിലും വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ മോഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. പിന്നെ അതിനൊരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്, ആ കൺട്രോൾ രജിസ്റ്ററും പഠിക്കുക. അതാണ് പഠിക്കേണ്ടത്. ദെൻ രണ്ടാമത് എടുക്കുകയാണെങ്കിലും ടൈമർ, ഇന്റർവൽ ടൈമർ എന്നുള്ള 8254, അതിനകത്ത് നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് 6 ഡിഫറെന്റ് മോഡിൽ വർക്ക് ചെയ്യും. ആ മോഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. അതുപോലെ അതിനൊരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്, ജസ്റ്റ് ആ കൺട്രോൾ രജിസ്റ്റർ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. DMA കൺട്രോളർ എടുക്കുകയാണെങ്കിലും അതിനും ഇതുപോലെ തന്നെ ഡിഫറെന്റ് മോഡിലേക്ക് വർക്ക് ചെയ്യും, അതിനൊരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. അപ്പൊ നോക്കിയാൽ സിലബസിന് എടുത്തുണ്ട് കൺട്രോൾ വേർഡ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെയൊക്കെ 8254-ന്റെയും 8255-ന്റെയും 57-ന്റെയും ഇതിന്റെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത്. 8255 അപ്പൊ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, കൺട്രോൾ വേർഡ് പഠിച്ചിരിക്കണം. മറ്റേതിന്റെ രണ്ടിനും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് സിലബസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കണം അവിടെ, മോഡ്സ് പഠിച്ചിരിക്കണം എല്ലാത്തിന്റെയും, പിന്നെന്താണ് ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം, 3 ആർക്കിടെക്ചറും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാം, നീറ്റ് ഡയഗ്രാം ആർക്കിടെക്ചർ 85 അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാം, രജിസ്റ്റേഴ്സ് എന്തൊക്കെ രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത് DMA കൺട്രോളറിൽ, അല്ലെങ്കിൽ എന്തൊക്കെ രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ടൈമർ IC-കകത്തുള്ളത്, എന്തൊക്കെ രജിസ്റ്റേഴ്സ് ആണ് പ്രോഗ്രാമർ പെരിഫറൽ IC-കകത്തുള്ളത്. പിന്നെ നോക്കിയാൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി അറിയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, 8255-ന്റെ കൺട്രോൾ വേർഡ് രജിസ്റ്ററിലെ വാല്യൂ 86 ആണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഏതൊക്കെ മോഡ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ എന്താണ് അത് അങ്ങനെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഈ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആ വാല്യൂ 86 എന്നുള്ളത് ആദ്യം ബൈനറിൽ എഴുതുക. എന്നിട്ട് കൺട്രോൾ വേർഡ് രജിസ്റ്ററിന്റെ ഫോർമാറ്റ് അറിയണം. കൺട്രോൾ വേർഡ് രജിസ്റ്റർ 8 ബിറ്റ് ഒരു രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിനകത്ത് നമുക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഓരോന്നിനായിട്ടും വ്യത്യാസമുണ്ട്. അതിൽ 7th ബിറ്റ് ആണ് ഏത് മോഡാണ് സെലക്ട് ചെയ്യണത്, IO മോഡാണോ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണോ എന്നുള്ളത്. അതനുസരിച്ചിട്ട് ബാക്കി ബിറ്റുകളെല്ലാം വരും. അപ്പൊ ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 8255 എന്നുള്ള ഇതിനകത്ത് 3 പോർട്സ് ഉണ്ട്. ആ പോർട്ടിന് ഇൻപുട്ട് ആക്കാം, ഔട്ട്പുട്ട് ആക്കാം, പോർട്ട് A, പോർട്ട് B, പോർട്ട് C, അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഈ വാല്യൂ കൊടുത്ത് എന്താ നടക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എന്തൊക്കെ അറിയേണ്ടത്,
ഫസ്റ്റ് നമ്മുടെ കൺട്രോൾ രജിസ്റ്ററിന്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പൊ ആദ്യം കൺട്രോൾ രജിസ്റ്ററിന്റെ ആ 8 ബിറ്റിന്റെ സ്ട്രക്ചർ ആ 8 കോളംസ് ആയിട്ട് വരയ്ക്കുക. ദെൻ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 86 എന്നുള്ള വാല്യൂവിനെ ബൈനറി ആക്കിയിട്ട് അത് ഓരോ കോളത്തിലേക്ക് ആഡ് ചെയ്യുക. ഓരോ കോളത്തിൽ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പം അതനുസരിച്ചിട്ട് എന്തായിരിക്കും വാല്യൂ വരുന്നത്, ഇപ്പൊ ഏത് മോഡാണ് ആക്കിയിട്ട് അയക്കുന്നത്, ഏതൊക്കെ പോർട്ട് ഇൻപുട്ടായി, ഏതൊക്കെ പോർട്ട് ഔട്ട്പുട്ടായി എന്നൊക്കെ നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും പ്രതീക്ഷിക്കുക. പിന്നെ ബാക്കിയുള്ള ഇതിന്റെ ആർക്കിടെക്ചറിൽ പഠിക്കുന്ന പോലെ പിൻസ്, RD എന്താണ്, WR ബാർ എന്താണ്, A0 എന്താണ്, അങ്ങനെയൊക്കെയുള്ള പിൻസ് ആണ്. റീഡ് റൈറ്റ് അങ്ങനെയൊക്കെ, റീസെറ്റ് പിന്ന്, ചിപ്പ് സെലക്ട് പിന്ന്, അതൊക്കെ എളുപ്പമാണ്. പിന്നെ മോഡ്സ് കണ്ടോ, മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് മോഡ്സ്. അതിൽ ആർക്കിടെക്ചർ ഓഫ് 8057. അപ്പൊ ഈ ആർക്കിടെക്ചർ മൂന്നിന്റെയും മോഡ്സും പഠിക്കുക. നിങ്ങൾ മൈൻഡ് സ്റ്റാർട്ട് നോക്കുന്നത് മോഡ്സ് പഠിക്കണം, ഫീച്ചേഴ്സ് പഠിക്കണം, ആർക്കിടെക്ചർ പഠിക്കണം, ഒരെണ്ണത്തിന്റെ കൺട്രോൾ രജിസ്റ്റർ പഠിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണത്. നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇവിടെ നിങ്ങൾ മാർക്ക് കളയരുത്. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മോഡ്യൂളിൽ മാർക്ക് കളയരുത്, തേർഡ് മോഡ്യൂളിൽ മാർക്ക് കളയരുത്, ഫോർത്ത് മോഡ്യൂളിലും ഒരു മാർക്ക് പോലും കളയരുത്. കാരണം സെക്കൻഡ് മോഡ്യൂൾ വരുമ്പോൾ അവിടെ പ്രോഗ്രാമിൽ ചോദിക്കുന്ന പ്രോഗ്രാം ചിലപ്പോൾ ടഫാണെങ്കിൽ ചിലപ്പോൾ മാറിപ്പോ മാർക്ക് ഇട്ടാ വരാം. അതേപോലെ ഫിഫ്ത്ത് മോഡ്യൂളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളത് നോക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തിരിച്ചു തന്നെ കൺട്രോൾ വേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്താണ് വാല്യൂ എന്താ വരുന്നത് എന്നുള്ളത്. കൺട്രോൾ വേർഡ് എഴുതിയിട്ട് നിങ്ങൾ എഴുതി നോക്കിയാലേ അത് മനസ്സിലാക്കും. ഓക്കെ, ദെൻ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൺട്രോൾ വേർഡിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, LED കണക്ട് ചെയ്തു, അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഇന്ന വാല്യൂസ് കൊടുത്താൽ ഹൈ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എഴുതാം. അപ്പൊ നമ്മൾ ആ വാല്യൂ എഴുതി നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ LEDസിന്റെ കാര്യങ്ങൾ ടേണിങ് LED ഓൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ മിക്കവാറും ചോദിക്കുന്നതാണ് ആർക്കിടെക്ചറും അതിന്റെ ഫീച്ചേഴ്സ് കേട്ടോ. അപ്പോ നിങ്ങൾ നോക്കുക, ആർക്കിടെക്ചർ മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ വളരെ വലിയൊരു മൊഡ്യൂളാണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ എടുത്തു വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് മസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒന്ന് 8051 മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ. വലിയൊരു ആർക്കിടെക്ചർ ഉണ്ട്, അത് പഠിക്കണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ട്, അത് പഠിക്കുക. ദെൻ പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. അത് മസ്റ്റ് ആയിട്ട് പഠിക്കണം, മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. ഓക്കെ, പിന്നെ മൂന്നാമത് പഠിക്കേണ്ടത് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051. ഇത് മസ്റ്റ് ആയിട്ട് മുഴുവൻ പഠിച്ചേ പറ്റും. അതായത് ആർക്കിടെക്ചർ, മെമ്മറി ഓർഗനൈസേഷൻ, അഡ്രസ്സിംഗ് മോഡ്സ്, ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്ട്രക്ഷൻ വളരെ കുറച്ച് ചോദിക്കത്തുള്ളൂ. പിന്നെ പ്രോഗ്രാം ചോദിക്കാറുണ്ട്, മാറി ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ഈ കുട്ടികൾ സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ 8086 പ്രോഗ്രാം പഠിച്ചു, 8051 പ്രോഗ്രാം പഠിച്ചു, ഇതെല്ലാം അങ്ങോട്ടും കൂടെ മാറി പോകാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത്യാവശ്യം പ്രോഗ്രാമിൽ സൗണ്ട് ആയിട്ടുള്ളവർ മാത്രം അതിലേക്ക് നോക്കുക. അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കി പോവുക. പിന്നെ നോക്കി അറിയാം മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമുക്കറിയാം 8051 4 പോർട്ട് ഉണ്ട്, ആ പോർട്ട് ഏതൊക്കെയാണെന്നുള്ളത് അറിയാം. പിന്നെ മെമ്മറി ഓർഗനൈസേഷന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, റാം ഓർഗനൈസേഷന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പിന്നെ അഡ്രസ്സിംഗ് മോഡ്സ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്റേണൽ ആർക്കിടെക്ചർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മിക്കപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഓഫ് 8051. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ 8051 മൈക്രോ കൺട്രോളറുള്ള എല്ലാ രജിസ്റ്റേഴ്സും A, B, അതേപോലെ കുറെ കൺട്രോൾ രജിസ്റ്റേഴ്സിലുണ്ട്. ഈ എല്ലാ രജിസ്റ്റേഴ്സും എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാ രജിസ്റ്റേഴ്സും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനകത്ത് 6 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ആർക്കിടെക്ചർ പഠിക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ, മെമ്മറി ഓർഗനൈസേഷൻ പഠിക്കുക, അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് പോകാതിരിക്കും. ഓക്കെ, ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ആ ഡയഗ്രാം പോർട്സിനെ പറ്റി പഠിക്കുക. ദെൻ ആ ആർക്കിടെക്ചർ തന്നെ ഉള്ളതാണ് മെമ്മറി ഓർഗനൈസേഷനും. അപ്പൊ എന്താണ് ഇന്റേണൽ റാമും ഇന്റേണൽ റോമും. ഓക്കെ, പിന്നെ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും ഡിഫറൻസ് നമുക്ക് അറിയാലോ. എന്താണ് മൈക്രോ പ്രോസസർ എന്നുണ്ടെങ്കിൽ ഒരു CPU ഇൻസൈഡ് സിംഗിൾ IC ചിപ്പാണ്. കൺട്രോളർ എന്നുണ്ടെങ്കിൽ 2 കമ്പ്യൂട്ടർ ഓൺ ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിനകത്ത് നമുക്ക് ഇന്റേണൽ ആയിട്ട് റാമും റോമും ഇൻബിൽറ്റ് ആണ്, മറ്റേനകത്ത് ഇല്ല. മൈക്രോ പ്രോസസറിനകത്ത് ഇല്ല, മൈക്രോ കൺട്രോളറിനകത്തുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ്, ഒരു 3 ഡിഫറൻസ് ഒക്കെ നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അധികം വരുന്നത്. ചിലതിനകത്ത് ഈ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്
മെട്രിക്സ് അഡീഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മെട്രിക്സ് അഡീഷൻ ഒക്കെ എളുപ്പമുള്ള പ്രശ്നമാണ്, പക്ഷെ ചെയ്യാൻ പറ്റും. 2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ 4 ഒരു മെട്രിക്സ് 2x2 മെട്രിക്സിന് ഒരു മെട്രിക്സിനകത്ത് 4 എലമെന്റും മറ്റു മെട്രിക്സിനകത്ത് 4 എലമെന്റുമാണ് വരുന്നത്. അതിന് മെട്രിക്സ് ആഡ് ചെയ്യുന്ന പോലെ ആ മെട്രിക്സ് അഡീഷൻ അറിയാമെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. അതായത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ അതിന്റെ എന്താണ് ഇന്റേണൽ ആർക്കിടെക്ചർ ക്വസ്റ്റ്യൻ കിട്ടും. അതൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രോഗ്രാമിങ്ങിലും അത്ര സൗണ്ട് ഇല്ലാത്തത് വിട്ടാൽ പോലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. മൈക്രോ പ്രോസസർ വിത്ത് മൈക്രോ കൺട്രോളർ, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. അവിടെയും ആർക്കിടെക്ചർ ചോദിച്ചിട്ടുണ്ട്. ഇന്റേണൽ മെമ്മറി ക്യാൻ ബി ഇന്റർഫേസ് വിത്ത് മൈക്രോ കൺട്രോളർ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്റ്റേണൽ മെമ്മറി എങ്ങനെയാണ് മൈക്രോ ഇന്റർഫേസ് 8151 അതിനൊരു പിന്നുണ്ട്. എന്നുള്ള പിന്ന് 1 0 വെച്ചിട്ടാണ് എക്സ്റ്റേണൽ അസിസ്റ്റ് എന്നുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കുക. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു മോഡ്യൂളാണ്. നേരത്തെ 2 മോഡ്യൂളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. അതിന് ഒറ്റ മോഡ്യൂളാക്കിയിരിക്കുന്നതാണ് ഈ 5ാമത്തെ മോഡ്യൂള്. ഈ 5ാമത്തെ മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമൊക്കെ പഠിക്കാൻ പറ്റുന്ന പഠിച്ചിട്ടുള്ള ആൾക്കാരും ഈ 2 ദിവസം കൊണ്ടിരുന്ന് പ്രോഗ്രാം പഠിക്കാൻ നോക്കരുത്. അവർ മാക്സിമം അഡ്രസ്സിംഗ് മോഡ്സ്, എന്താണ് ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8051, പിന്നെ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, മൂവ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനൊക്കെ ജസ്റ്റ് പഠിച്ചു വയ്ക്കും. അവിടെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ളത്. നമ്മുടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഞാൻ 5 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് റിവ്യൂ ചെയ്തത്. 5 ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കി എന്താണ് ഇത് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് സ്പീഡിൽ പോയോന്ന് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചോദിക്കുക കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ ഞാൻ PPT വേണമെങ്കിൽ നിങ്ങളുടെ മ്യൂലൻ ടീമിന് ഷെയർ ചെയ്തേക്കാം. ഇനി എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഇതിന് ക്വസ്റ്റ്യൻസ് അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെ നോക്കുകയാണെങ്കിൽ അത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നോക്കാം. ഓക്കെ, എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ നമ്പർ ഓൾറെഡി മ്യൂലനിൽ അവർക്ക് അറിയായിരിക്കും. ആണെങ്കിൽ നമ്പർ 99464457. ഹലോ കേട്ടോ, 9946441645. 9946441645. ഓക്കെ, 4ാമത്തെ മോഡ്യൂളിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ മോഡ്യൂളിൽ നമുക്ക് എന്താണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, 3 മെയിൻ ടോപ്പിക്കേ ഉള്ളൂ 4ാമത്തെ മോഡ്യൂൾ കേട്ടോ. 3 മെയിൻ ടോപ്പിക് എന്താണ്? ഒന്ന് 8255, then 8257, then 8254. 4ാമത്തെ മോഡ്യൂളിൽ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ഒരു മാർക്കും കളയാൻ പാടില്ല. അവിടെ നമുക്ക് വേണ്ടത് ഈ 3 ICയുടെയും ഫീച്ചേഴ്സ് ആദ്യം പഠിക്കണം. 8254ന്റെ ഫീച്ചർ, 8255ന്റെ ഫീച്ചർ, 8257ന്റെ ഫീച്ചർ, അത് മസ്റ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നെക്സ്റ്റ് നോക്കേണ്ടതാണ് 8255 ആണ് അവിടെ കൂടുതൽ വെയിറ്റേജ് വരുന്നത്. 8255ന്റെ നമുക്ക് ഇന്റേണൽ ആർക്കിടെക്ചർ മസ്റ്റായിട്ട് പഠിക്കണം. ദെൻ അതിന്റെ കൺട്രോൾ രജിസ്റ്ററിന്റെ ഫോർമാറ്റും പഠിക്കണം. അവിടെ മാത്രമേ കൺട്രോൾ രജിസ്റ്റർ പഠിക്കേണ്ടതുള്ളൂ. ഇന്റേണൽ ആർക്കിടെക്ചർ എന്നുള്ള എല്ലാത്തിന്റെയും 3 ഇന്റേണൽ ആർക്കിടെക്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 ഡിഫറെന്റ് മോഡിൽ വർക്ക് ചെയ്യും. 8255 2 മോഡിൽ വർക്ക് ചെയ്യും. 8254 എന്നുള്ള ടൈമർ IC 6 ഡിഫറെന്റ് മോഡിൽ വർക്ക് ചെയ്യും. 8257 എന്നുള്ള ഇതും 2 ഡിഫറെന്റ് മോഡിൽ വർക്ക് ചെയ്യും. ഈ മോഡ്സ് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മോഡ്സിനകത്ത് ഏതൊക്കെ മോഡ്സ് ആണുള്ളത്? ചില മോഡ്സ് ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. പിന്നെ 8255 അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് രജിസ്റ്റേഴ്സ്, കൺട്രോൾ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ചോദിക്കാം, കൺട്രോൾ രജിസ്റ്റർ വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാം. ദെൻ ആർക്കിടെക്ചർ, 3ന്റെ ആർക്കിടെക്ചർ എന്തായാലും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്ന് ഫീച്ചേഴ്സ്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് 3 ICയുടെയും ആർക്കിടെക്ചർ ഓഫ് 3 ഇത്രയും പഠിച്ചു വെച്ചാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ അത് പഠിക്കുമ്പോൾ അതിനകത്ത് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കൺട്രോൾ രജിസ്റ്റർ മെമ്മറൈസ് ചെയ്യണമെങ്കിലും അതിന് ഫോർമാറ്റ് മെമ്മറൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ എല്ലാത്തിലും ഒന്നോ രണ്ടോ മൂന്നോ രജിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടൈമർ ഐസിക്ക് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ DMA കൺട്രോൾ എന്നുള്ള അതിനും രജിസ്റ്റർ ഉണ്ട്. അപ്പൊ ആ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ എന്താണ് തേർഡ് മോഡ്യൂളിലുള്ള 8259, ആ 8259 2-3 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇൻഡപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ, ഇൻഡപ്റ്റ് മാസ്ക് രജിസ്റ്റർ, ഇൻ പ്രയോറിറ്റി രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് 3 രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ചിലപ്പോൾ ചോദിക്കാം, ബട്ട് ആ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ഓഫ് എന്താണ് നോക്കുക. അപ്പൊ നിങ്ങൾ പിന്നെ സ്കിപ്പാകാതെ പഠിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം എളുപ്പമാണ്. തേർഡ് മോഡ്യൂൾ നിങ്ങൾ ഒരിക്കലും അതിനകത്ത് നിന്ന് ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യരുത്. ഫോർത്ത് മോഡ്യൂളും ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യരുത്, കാരണം അതൊക്കെ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുന്ന മോഡ്യൂൾസ് ആണ്. സെക്കൻഡ് മോഡ്യൂളും അതേപോലെ ഫിഫ്ത്ത് മോഡ്യൂളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അഡ്രസ്സിംഗ് മോഡ് ഇസ് മാൻഡേറ്ററി. ദെൻ അവിടെ പിന്നെ എന്താ വേണ്ടത്, അഡ്രസ്സിംഗ് മോഡ്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവിടെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ അസംബിൾ ഡയറക്റ്റീവ്സ് അത്രയും സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുക. പ്രോഗ്രാം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ അത്രയും നോക്കുക. ഇനി ഫിഫ്ത്ത് മോഡ്യൂൾ വരുമ്പോൾ ഇത് തന്നെയാണ്, എന്താണ് ആർക്കിടെക്ചർ ഓഫ് 8051. അവിടെ നമുക്ക് മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളർ ഡിഫറൻസ് നോക്കാം, ആർക്കിടെക്ചർ ഓഫ് 8051 നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051, അവിടെ എന്തുണ്ട് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 ഉണ്ട് കേട്ടോ. അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 അത് വളരെ ചെറുതാണ്, 5 അഡ്രസ്സിംഗ് മോഡ്സ് ഉള്ളൂ. അതും കൂടെ പഠിച്ചിരിക്കുക. അവിടെ പ്രോഗ്രാം നിങ്ങൾ നോക്കി ഇപ്പം പഠിച്ച സമയം കളയണ്ട. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 80% മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഒട്ടും പാനിക് ആവാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് നിങ്ങൾ എന്താണ് പഠിച്ചാൽ മതി. നോട്ട്സ് ഞാൻ ഓൾറെഡി എൻ്റെ കോളേജിലെ കുട്ടികൾക്കെല്ലാം ഞാൻ PPTs അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ PDF ഉണ്ട്. PPTs പെട്ടെന്ന് പഠിക്കുന്നവർക്ക് PPTs നോക്കാം, PDF കണ്ടവർക്ക് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുന്നവർക്ക് PDF ഉണ്ട്. നമ്മുടെ കോളേജിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട്സ് എല്ലാം 5 മോഡലിലെ നോട്ട്സ് ഉണ്ട്, PPTs ഉണ്ട്. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് KT നോട്ട്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ അധികം സമയം ഞാൻ കളയുന്നില്ല, എല്ലാവർക്കും വിശന്നൊക്കെ ഇരിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ സമയം നമുക്ക് വളരെ കുറച്ചുള്ളൂ. ദിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെമസ്റ്റർ ആണ് നിങ്ങളുടെ S5 എന്നുള്ള സെമസ്റ്റർ. നിങ്ങളത് മാക്സിമം കഴിഞ്ഞ എക്സാം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് സെമസ്റ്റർ ഒക്കെ മുതൽ മിക്ക കോളേജുകളിലും എന്ത് വരും, പ്ലേസ്മെന്റ്സ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പം എന്നെ മ്യൂലാൻ ടീമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ ആദ്യം അവരോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നെ വിളിച്ച് നിർബന്ധിച്ചാണ് മ്യൂലാൻ ടീമുകാർ. എനിവേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിന്റെ PDF ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ഇത് ചെയ്തു തന്നാൽ ഒരു ഹായ് എൻ്റെ നമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ഇപ്പം PPTs ഒക്കെ അയച്ചു തരാം. 5 മോഡുകളിന്റെ നോട്ട്സ് കൊണ്ടവർക്ക് നോട്ട്സ് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.